ഏഷ്യൻ ഗെയിംസ് 2026 എന്ന കാര്യം ഓർക്കുക. അപ്പൊ നമ്മൾ ഓർക്കും ഈ അനോ വായിച്ചിട്ടുള്ളവർക്ക് മാത്രമാണ് ഇത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ എന്നല്ലേ. പക്ഷേ കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ആര്യ. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്, നമുക്കറിയാം ഡിഗ്രി പ്രിലിംസിന്റെ 2 സ്റ്റേജ് എക്സാംസ് ഓൾറെഡി കഴിഞ്ഞു അല്ലേ. ഇനി 3rd സ്റ്റേജ് ആണ് ജൂണിൽ വരാനിരിക്കുന്നത്. അപ്പൊ ഈ ആദ്യത്തെ 2 സ്റ്റേജിലും ചോദിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും അവയുടെ റിലേറ്റഡ് ഫാക്ട്സും ആണ് നമ്മൾ ഇന്ന് നോക്കി പോകാൻ പോകുന്നത് കേട്ടോ. അതിനു മുമ്പായിട്ട് ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ CCയുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോർ അതുപോലെ തന്നെ ആപ്പ് സ്റ്റോർ എന്നിവയിൽ അവൈലബിൾ ആണ്. അപ്പൊ എത്രയും വേഗം തന്നെ ഡൗൺലോഡ് ചെയ്യുക. ഇതിൽ ഫ്രീ ഡെയിലി മോക്ക് ടെസ്റ്റ് അതുപോലെ തന്നെ ഫ്രീ ക്വിസ്, കറണ്ട് അഫയേഴ്സ് എന്നിവയെല്ലാം അവൈലബിൾ ആണ്. കൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് PDF-ഉം കൂടാതെ റാങ്ക് ആൻഡ് പെർഫോമൻസ് അനാലിസിസും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ലേണിംഗ് ആപ്പാണ്. ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ഡൗൺലോഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഡിഗ്രി പ്രിലിംസിന്റെ ഫസ്റ്റ് ഫേസിലും സെക്കൻഡ് ഫേസിലും ചോദിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ഈ സെഷനിൽ നോക്കി പോകാം കേട്ടോ. നമുക്കപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഏതാണ്? 2026 ഫിഫ ലോകകപ്പ് വേദി ഏതാണ് എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻസ് തന്നേക്കുന്ന ഏതൊക്കെയാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു, മെക്സിക്കോ, കാനഡ. അതില് നോക്കിക്കേ, എ ഏതാണ് പറഞ്ഞേക്കണേ? 1 മാത്രം, ബി 2 മാത്രം, സി 3 മാത്രം, ഡി മുകളിൽ പറഞ്ഞവ എല്ലാം എന്നതാണ് തന്നിരുന്നത്. ഇതിന്റെ ആൻസർ ഏതായിരുന്നു വരുന്നത്? നമുക്കറിയാം ഏതാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അതുപോലെ തന്നെ മെക്സിക്കോ, കാനഡ. ഇത് 3ഉം ഏതാണ്? നമ്മുടെ 2026 ഫിഫ ലോകകപ്പ് വേദിയാണ് അല്ലെ. അപ്പോ ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഇതിന്റെ ആൻസർ ഏതായിരുന്നു വന്നത്? ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം എന്നതായിരുന്നു ഇതിന്റെ ആൻസർ വരുന്നത്. അപ്പൊ നമുക്ക് ഇനി നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട വേദികൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കി പോവാം കേട്ടോ. അതില് നമ്മൾ പറഞ്ഞു 2026 ഫിഫ ലോകകപ്പ് വേദി ഏതാണെന്നാണ് പറഞ്ഞത്? അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവയായിരുന്നു. ഇതിലേതാണ്? 16 നഗരങ്ങളിലായിട്ടാണ് ഈ മത്സരങ്ങൾ നടക്കുന്നത്. അതുപോലെ കൃത്യമായ തീയതി ചോദിച്ചു കഴിഞ്ഞാൽ ജൂൺ 11 മുതൽ ജൂലൈ 19 വരെയാണ് ഇത് നടക്കാനിരിക്കുന്നത്. അതുപോലെ ചരിത്രത്തിൽ ആദ്യമായി 48 രാജ്യങ്ങൾ പങ്കെടുക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. അതും കൂടെ ഓർക്കുക. എത്രയാണ്? 48 രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്. ഇതിന്റെ ഉദ്ഘാടന മത്സരം നടക്കുന്നത് എവിടെയാണ്? മെക്സിക്കോ സിറ്റിയിലെ എസ്റ്റാഡിയോ ആസ്റ്റെക്ക കേട്ടോ. ഓർക്കുക, മെക്സിക്കോ സിറ്റിയിലെ എസ്റ്റാഡിയോ ആസ്റ്റെക്ക സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത് എന്ന കാര്യം ഓർക്കുക. ഫൈനൽ മത്സരം നടക്കുന്നത് എവിടെയാണ്? ന്യൂയോർക്ക് ആണെന്ന് ഓർക്കട്ടോ. ന്യൂയോർക്ക്, ന്യൂ ജേഴ്സിയിലെ മെറ്റ് ലൈഫ് ആണ് എന്ന കാര്യം കൂടെ ഒന്ന് പഠിച്ചു വെച്ചോളുക. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം ഓർക്കുക. വേദി ഏതൊക്കെയാണ്? അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവയാണ്. അതുപോലെ തന്നെ ഓർക്കാൻ 48 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന കാര്യം കൂടെ ഒന്ന് ഓർത്തു വെക്കുക. അതുപോലെ ഉദ്ഘാടന മത്സരം നടക്കുന്നത് മെക്സിക്കോ സിറ്റിയിലെ എസ്റ്റാഡിയോ ആസ്റ്റെക്ക. ഫൈനൽ മത്സരം നടക്കുന്നത് എവിടെയാണെന്നും കൂടെ ഓർത്തു വെച്ചോളുക. ന്യൂയോർക്ക്, ന്യൂ ജേഴ്സിയിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിലാണ് എന്ന കാര്യം കൂടെ ഓർക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതുപോലത്തെ പ്രധാനപ്പെട്ട വേദികൾ ഏതൊക്കെയാണ്, നടക്കാനിരിക്കുന്ന മത്സരങ്ങളുടെ പ്രധാനപ്പെട്ട വേദികൾ കൂടെ നമുക്കൊന്ന് നോക്കി വേഗം പോകാം. ഏതൊക്കെയാണ്? ഒന്നാണ് വിന്റർ ഒളിമ്പിക്സ്. വിന്റർ ഒളിമ്പിക്സ് 2026. അതിന്റെ വേദി ഏതാണെന്ന് പഠിച്ചു വെച്ചോളുക. ഏതാണ്? മിലാൻ, കോർട്ടിനാഡി, അംബേസോ കേട്ടോ. ഓർക്കുക, വേദി ഏതൊക്കെയാണ്? മിലാൻ, കോർട്ടിനാഡി, അംബേസോ, ഇറ്റലി. ഓർത്തിരിക്കുക. അതുപോലെ ഇതിന്റെ തീയതി എന്താണ്? ഫെബ്രുവരി 6 മുതൽ ഫെബ്രുവരി 22 വരെയാണെന്ന് ഓർക്കുക. ഇതിലേതൊക്കെയാണ്? ഹോക്കി, ഫിഗർ സ്കേറ്റിംഗ് തുടങ്ങിയ ഇനങ്ങൾ മിലാൻ നഗരത്തിലും അതുപോലെ തന്നെ സ്കീയിങ്, സ്നോ ബോർഡിംഗ് എന്നിവ കോർട്ടിനയിലെ ആൽപ്സ് മലനിരകളിലുമായിട്ടാണ് നടക്കുന്നത് എന്ന കാര്യം ഓർക്കുക. അപ്പൊ പ്രധാനപ്പെട്ട വേദി ഒന്ന് ഓർത്തു വെച്ചുകൊള്ളുക. വിന്റർ ഒളിമ്പിക്സ് 2026 വേദി ഏതാണ് എന്ന് ചോദിച്ചാൽ മിലാൻ, അതുപോലെ തന്നെ കോർട്ടിനാഡി, അംബേസോ എന്നിവയാണ് എന്നൊന്ന് ഓർത്തു വെക്കുക കേട്ടോ. അതുപോലെ കോമൺവെൽത്ത് ഗെയിംസ്, അതിന്റെ വേദി കൂടെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോളുക. കോമൺവെൽത്ത് ഗെയിംസ് 2026. ഇതിന്റെ വേദി നോക്കാം. വേദി ഏതാണ്? ഗ്ലാസ്ഗോ, അതുപോലെ തന്നെ സ്കോട്ട്ലൻഡ് കേട്ടോ. ഓർത്തിരിക്കുക, ഗ്ലാസ്ഗോ സ്കോട്ട്ലൻഡ് ആണ് എന്ന കാര്യം ഓർക്കുക. എന്താണ്? ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെയാണ് എന്ന കാര്യം കൂടെ പഠിച്ചു വെച്ചോളുക കേട്ടോ. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോ ആണ് എന്ന കാര്യം ഓർക്കുക കേട്ടോ. അടുത്തതാണ് ഏഷ്യൻ ഗെയിംസ്. ഏഷ്യൻ ഗെയിംസ് 2026 എന്ന കാര്യം ഓർക്കുക. അതിന്റെ വേദി ഏതാണ്? ഐച്ചി പ്രവിശ്യയും നഗോയ നഗരവുമാണ് അല്ലെ.
ഇത് ചോദിച്ചിരുന്നു, ഓർത്തിരിക്കുക കേട്ടോ. അതുപോലെ ഇത് എന്ന് മുതലാണ്? സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ് എന്ന കാര്യം ഓർക്കുക. ഇതിന്റെ പ്രധാന വേദി എന്ന് പറയുന്ന ഏതാണ്? നഗോയയിലെ പലോമ മിസുഹോ സ്റ്റേഡിയം ആണ് കേട്ടോ. അതുപോലെ ആകെ എത്രയാണ്? 43 കായിക ഇനങ്ങളാണ് ഉണ്ടായിരിക്കുക എന്ന കാര്യം കൂടെ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ വേദികൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൃത്യമായിട്ട് ഓരോന്നിന്റെയും വേദി പഠിച്ചിട്ട് പോവുക കേട്ടോ. റഗ്ബി ലീഗ് ലോകകപ്പ് 2026. റഗ്ബി ലീഗ് ലോകകപ്പിന്റെ വേദി പഠിച്ചു വെച്ചോളുക. എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, പാപ്പുവ ന്യൂ ഗിനിയാണ് കേട്ടോ. ഏതൊക്കെയാണ്? ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, പാപ്പുവ ന്യൂ ഗിനിയ ആണ് എന്ന കാര്യം ഓർക്കുക. എന്ന് മുതലാണ്? ഒക്ടോബർ മുതൽ നവംബർ വരെയാണ് എന്ന കാര്യം കൂടെ പഠിച്ചു വെച്ചോളുക. അപ്പോൾ ഓർക്കുക, വേദികൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പറഞ്ഞ വേദികളൊക്കെ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. നമ്മുടെ ആദ്യത്തെ 2 ഫേസിലും വേദി ചോദിച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? 3rd സ്റ്റേജിന് പോകുന്നതിനേക്കാൾ മുന്നേ പ്രധാനപ്പെട്ട കായിക ഇനങ്ങളുടെ അല്ലെങ്കിൽ മത്സര വേദികളൊക്കെ ഇന്ന് പഠിച്ചു വെച്ചിട്ട് പോകാൻ നോക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ടേബിൾ ടെന്നീസിൽ 2023 അർജുന അവാർഡ് നേടിയത് ആര്? അപ്പൊ ഓർക്കുക, 2023 അർജുന അവാർഡാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഓപ്ഷൻസ് ഏതൊക്കെയായിരുന്നു? ഐഹിക മുഖർജി, ശ്രീജ അഗുല, മധുരിക പട്കർ, ഹർമീത് ദേശായി എന്നിങ്ങനെയായിരുന്നു ഓപ്ഷൻസ് തന്നിരുന്നത്. ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഓർത്തിരിക്കുക, ഐഹിക മുഖർജിയാണ് കേട്ടോ. ഐഹിക മുഖർജിയാണ്. അപ്പൊ നമ്മള് 2023 മറ്റു പ്രധാനപ്പെട്ട അർജുന ജേതാക്കൾ ആരൊക്കെയാണ് എന്നുകൂടെ നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ഒരു കാര്യം ഓർക്കുക, അർജുന അവാർഡ് അത് ആരംഭിച്ച വർഷം എന്നാണ്? 1961 അർജുന അവാർഡ് ആരംഭിച്ചത് എന്ന കാര്യം പഠിച്ചു വെക്കുക. അതുപോലെ ഇത് നൽകുന്നത് കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയമാണ് കേട്ടോ. ഏതാണ്? കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയമാണ് ഈ അവാർഡ് നൽകുന്നത്. അതുപോലെ ഇത് സമർപ്പിക്കുന്ന ആരാണ്? ഇന്ത്യൻ രാഷ്ട്രപതിയാണ് അല്ലെ. അതുപോലെ ഇതിന്റെ പുരസ്കാരം എങ്ങനെയാണ്? അർജുനന്റെ വെങ്കല പ്രതിമ. ഓർത്തിരിക്കുക, അർജുനന്റെ വെങ്കല പ്രതിമ. അതുപോലെ പ്രശസ്തി പത്രം എത്രയാണ്? 15 ലക്ഷം രൂപയാണ് കേട്ടോ. ഇവ അടങ്ങുന്നതാണ് ഇത് അർജുന അവാർഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 2023 മറ്റു പ്രധാനപ്പെട്ട ജേതാക്കൾ ആരൊക്കെയാണ് എന്നുകൂടെ വേഗം ഒന്ന് നോക്കി പോവാം. 2023 അർജുന അവാർഡ് ജേതാക്കൾ നോക്കാം. മുഹമ്മദ് ഷമി ഏത് കായിക ഇനത്തിലാണ്? ഓർക്കുക, ക്രിക്കറ്റിലാണ് കേട്ടോ. ഏതാണ്? ക്രിക്കറ്റിലാണ് വരുന്നത് എന്ന് ഓർക്കുക. അതുപോലെ എം ശ്രീശങ്കർ ഏതാണ്? മലയാളി താരമാണ്. അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൂടും, പഠിച്ചു വെച്ചോളുക കേട്ടോ. അർജുന അവാർഡ് നേടിയ മലയാളി താരങ്ങളെ നമ്മൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. അത്ലറ്റിക്സിനാണ് കിട്ടിയത്. പാരുൾ ചൗധരി അത്ലറ്റിക്സ് ആണ്. ശീതൾ ദേവി ഓർത്തിരിക്കുക കേട്ടോ. ശീതൾ ദേവിക്ക് ഏതിനാണ്? പാര ആർച്ചറിക്കാണ് ലഭിച്ചത്. ആർ വൈശാലിക്ക് കിട്ടിയത് ഏതിനാണ്? ചെസ്സിനാണ് എന്ന കാര്യം കൂടെ ഓർത്തിരിക്കുക. അതിഥി ഗോപിചന്ദ് സ്വാമി ഏതിനാണ്? ആർച്ചറിക്കാണ് ലഭിച്ചത്. ഓജസ് പ്രവീൺ ഡിയോട്ടാലെ എതിനാണ് കിട്ടിയത്? ആർച്ചറിക്ക് തന്നെയാണ് ലഭിച്ചത്. മുഹമ്മദ് ഹുസാമുദ്ദീൻ ബോക്സിംഗിനാണ് കിട്ടിയതെന്ന് ഓർക്കുക. അനുഷ് അഗർവാല കുതിരസവാരി, ദിവ്യ കൃതി സിംഗ് കുതിരസവാരിക്കാണ് കിട്ടിയത്. അതുപോലെ ദിശ ദാഗർ ഗോൾഫ്, കൃഷൻ ബഹദൂർ പതക് ഏതിനാണ്? ഹോക്കിക്കാണ് ലഭിച്ചത് എന്ന് ഓർക്കുക കേട്ടോ. അതുപോലെ പുക്രംബം സുശീല ചാനു ഏതിനാണ് ലഭിച്ചത്? ഹോക്കിക്കാണ് ലഭിച്ചത് എന്ന് ഓർക്കുക. അപ്പൊ കായിക ഇനങ്ങളും അതുപോലെ വിജയികളും എന്ത് ചെയ്യുക? കൃത്യമായിട്ടൊന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. അടുത്താണ് പവൻകുമാർ. എത്രയാണ്? എന്തിനാണ് കിട്ടിയത്? കബഡിക്കാണ് കിട്ടിയത്. ഋതു നേഗി കബഡിക്കാണ് ലഭിച്ചത്. നസ്രീൻ ഗോഗോക്കാണ് ലഭിച്ചത്. പിങ്കിക്കോ ലോൺ ബോൾസിനാണ് ലഭിച്ചത്. ഐശ്വര്യ പ്രതാപ് സിംഗ് തോമർ ഏതിനാണ് ലഭിച്ചത്? ഷൂട്ടിങ്ങിനാണ്. ഇഷ സിംഗിനും ഷൂട്ടിങ്ങിനാണ് ലഭിച്ചതെന്ന് ഓർക്കുക. ഹരീന്ദർ പാൽ സിംഗ് സന്ധു ഏതിനാണ്? സ്ക്വാഷിനാണ് കേട്ടോ ലഭിച്ചത്. അടുത്താണ് ഐഹിക മുഖർജി. ഇതാണ് നമുക്ക് എക്സാമിന് ചോദിച്ചത് അല്ലെ. എക്സാമിന് ചോദിച്ചതാണ് ഐഹിക മുഖർജിയാണ് ചോദിച്ചത്. ഏതിനായിരുന്നു? ടേബിൾ ടെന്നീസ് ആണ് ചോദിച്ചത് അല്ലെ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളിപ്പോ ഓരോ ആളുകളെയും അവരുടെ ആ കായിക ഇനങ്ങളും കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. സുനിൽ കുമാർ ഏതിനാണ് ലഭിച്ചത്? ഗുസ്തിക്കാണ് ലഭിച്ചത്. അതുപോലെ അന്തിം പങ്കൽ ഏതിനാണ്? ഗുസ്തിക്കാണ് ലഭിച്ചത്. നവോറെ റോഷിബിന ദേവി ഏതിനാണ്? വുഷുവിനാണ് ലഭിച്ചത്. ഇല്ലൂരി അജയ് കുമാർ റെഡ്ഡി ഏതാണ്? ബ്ലൈൻഡ് ക്രിക്കറ്റ് ആണ് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്തേക്കുക. ഏതാണ്? ബ്ലൈൻഡ് ക്രിക്കറ്റിന് ലഭിച്ചത് ആർക്കാണ്? ഇല്ലൂരി അജയ് കുമാർ റെഡ്ഡിക്കാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ പ്രാചി യാദവ് ഏതിനാണ് കിട്ടിയത്? പാര
കനോയിങ്ങിനാണ് ലഭിച്ചത് എന്ന കാര്യം കൂടെ ഓർത്തിരിക്കുക. അടുത്ത് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു അർജുന അവാർഡ് ലഭിച്ചിട്ടുള്ള 2023 പ്രധാനപ്പെട്ട വിജയികളെയും അവരുടെ കായിക ഇനങ്ങളും കൃത്യമായിട്ട് ഒന്ന് പഠിച്ചിട്ട് പോവുക കേട്ടോ. ഓക്കെ, 2025 മികച്ച വനിതാ കളിക്കാരിക്കുള്ള ഫിഫ അവാർഡ് നേടിയത് ആരാണ്? അപ്പോ 2025 മികച്ച വനിതാ കളിക്കാരിക്കുള്ള ഫിഫ അവാർഡ് നേടിയത് ആരാണ് എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. ഇതിന്റെ ഓപ്ഷൻസ് ഹന്ന ഹാംപ്ടൺ, സാന്റിയാഗോ മോണ്ടിയൽ, ജാൻ റീജൻസ്ബർഗ്, ഐറ്റാന ബോൺമതി എന്നിവയായിരുന്നു. ഇതിൽ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് അല്ലെ, ഐറ്റാന ബോൺമതിക്കായിരുന്നു ഇത് 2025 മികച്ച വനിതാ കളിക്കാരിക്കുള്ള ഫിഫ അവാർഡ് നേടിയത്. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർക്കേണ്ടതാണ് ബാലൻഡിയോർ. ബാലൻഡിയോർ ഓർക്കുക. അതിൽ മികച്ച പുരുഷ താരം ആരായിരുന്നു? മികച്ച പുരുഷ താരം എന്ന് ഓർക്കുക. ആരാണ്? ഉസ്മാൻ ഡെംബലെ ആണ് കേട്ടോ. ആരാണ്? ഉസ്മാൻ ഡെംബലെ ആണ് എന്ന് ഓർക്കുക. PSG ഫ്രാൻസ് ആണെന്ന് ഓർക്കുക കേട്ടോ. അതുപോലെ മികച്ച വനിതാ താരം ആരാണ്? മികച്ച വനിതാ താരം ഐറ്റാന ബോൺമതി ആണ് അല്ലെ. ഐറ്റാന ബോൺമതി ആണ്. ബാഴ്സലോണ സ്പെയിൻ ഓർക്കുക കേട്ടോ. ബാഴ്സലോണ സ്പെയിൻ ആണെന്ന് ഓർക്കുക. അപ്പോൾ മികച്ച പുരുഷ താരം, മികച്ച വനിതാ താരം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി മികച്ച യുവതാരം ആരാണ്? മികച്ച യുവതാരം എന്ന് ഓർക്കുക. ആരാണ്? ലാമിൻ യമാൽ ആണ് കേട്ടോ. ആരാണ്? ലാമിൻ യമാൽ ആണ് എന്ന് ഓർക്കുക. ഏതാണ്? ബാഴ്സലോണയാണ്, സ്പെയിൻ. മികച്ച പുരുഷ ഗോൾ കീപ്പർ അതുകൂടെ ഒന്ന് പഠിച്ചു വെച്ചോളുക. ആരാണ് മികച്ച പുരുഷ ഗോൾ കീപ്പർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിയാൻ ലൂജി ഡൊണ്ണാരുമ ആണ് എന്ന കാര്യം ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ജിയാൻ ലൂജി ഡൊണ്ണാരുമയാണ്. അതേതാണ്? മാഞ്ചസ്റ്റർ സിറ്റി ആണ്, ഇറ്റലി. ഓക്കെ, അടുത്താണ് മികച്ച വനിതാ ഗോൾ കീപ്പർ. ആരാണ് മികച്ച വനിതാ ഗോൾ കീപ്പർ എന്ന് ചോദിച്ചാൽ ഹന്ന ഹാംപ്ടൺ ആണ് കേട്ടോ. നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായില്ലേ? അപ്പൊ ഓർക്ക, ഹന്ന ഹാംപ്ടൺ ആണ്, ചെൽസി, ഇംഗ്ലണ്ട്. അപ്പോ കൃത്യമായിട്ട് ഇത് കൂടെ എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ ആണ് GR ഇന്ദുഗോപന്റെ അനോ എന്ന നോവലിനെ കുറിച്ചും അതിന്റെ ചരിത്ര പശ്ചാത്തലത്തെ കുറിച്ചും ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഓർക്കും ഈ അനോ വായിച്ചിട്ടുള്ളവർക്ക് മാത്രമാണ് ഇത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ എന്നല്ലേ. പക്ഷേ കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇതില് മൂന്നാമത്തെ പ്രസ്താവന ഏതായിരുന്നു തന്നിരുന്നത്? കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ വ്യാപ്തിയെ അതിന്റെ ആഖ്യാനത്തിലൂടെ വിശാലമാക്കുന്ന നിരൂപക പ്രശംസ നേടിയ ഈ കൃതി 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം ഇതിനേതാണ് 2025 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരമാണ് ലഭിച്ചത് അല്ലെ. അപ്പോ ഈ പ്രസ്താവന തെറ്റാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ 3 ഇതിൽ നമുക്കറിയാം BCD ഇതിലൊക്കെ എന്ത് വരുന്നുണ്ട്? 3 ഓപ്ഷൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പോ അല്ലാത്തത് ഏതാണ് ആൻസർ ഉള്ളത്? A ആണ് വരുന്നത് അല്ലെ. 1ഉം 2ഉം മാത്രം. അപ്പൊ ഇങ്ങനെ നോക്കിയാലും നമുക്ക് എന്ത് ചെയ്യായിരുന്നു? ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ സാധിക്കുമായിരുന്നു. അപ്പൊ ഓർത്തിരിക്കുക, നമുക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഒന്ന് നോക്കിപ്പോവാം. പ്രധാന പുരസ്കാരങ്ങൾ നോക്കാം. അതിലൊന്നാണ് ഏതാണ്? നോവല്. മികച്ച നോവൽ ആർക്കാണ് ലഭിച്ചത്? GR ഇന്ദുഗോപനാണ് ലഭിച്ചത്. ഓർത്തിരിക്കുക, ആനോ എന്ന കൃതിക്കാണ് കേട്ടോ. ഏത് കൃതിക്കാണ്? ആനോ എന്ന കൃതിക്കാണ് എന്ന് ഓർക്കുക. അതുപോലെ മികച്ച കവിത ഓർത്തിരിക്കുക, മികച്ച കവിത ആർക്കായിരുന്നു? അനിത തമ്പിക്കാണ്. കൃതി ഏതാണ്? മുരിങ്ങ വാഴ കറിവേപ്പ് എന്നതാണ് കേട്ടോ. അപ്പോ മികച്ച നോവൽ നമ്മൾ പറഞ്ഞു, മികച്ച കവിത ഓർത്തിരിക്കുക. അതുപോലെ ചെറുകഥ ആർക്കാണ്? വി ഷിനിലാലിനാണ് ലഭിച്ചത്. കൃതി കൂടെ ഒന്ന് ഓർത്തിരിക്കുക, ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര എന്നതായിരുന്നു കേട്ടോ. ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര. അടുത്താണ് നാടകം. മികച്ച നാടകത്തിന് ലഭിച്ചത് ആർക്കാണ്? ശശിധരൻ നടുവിലിനാണ് ലഭിച്ചത്. ആ കൃതി ഏതാണ് എന്ന് കൂടെ പഠിച്ചു വെച്ചോളുക. പിത്തള ശലഭമാണ് കേട്ടോ. ഏതാണ്? പിത്തള ശലഭം എന്ന കൃതിക്കാണ് ലഭിച്ചത്. അടുത്ത നോക്കാം, സാഹിത്യ വിമർശനം. സാഹിത്യ വിമർശനം ആർക്കാണ്? ജി ദിലീപനാണ് ലഭിച്ചത്. കൃതി ഏതാണ്? രാമായണത്തിന്റെ ചരിത്ര സഞ്ചാരങ്ങൾ എന്നതിനാണ് ലഭിച്ചത്. അതുപോലെ വൈജ്ഞാനിക സാഹിത്യം അതുകൂടെ ഒന്ന് നോക്കി വെച്ചോളുക. ദീപക് പി ആണ്. കൃതി ഏതാണ്? നിർമ്മിത ബുദ്ധികാലത്തെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം എന്നതാണ്. ജീവചരിത്രം അഥവാ ആത്മകഥ ആർക്കാണ് ലഭിച്ചത്? ഡോക്ടർ കെ രാജശേഖരൻ നായർക്കാണ് ലഭിച്ചത്. കൃതി ഞാൻ എന്ന ഭാവം. ഓർത്തിരിക്കുക കേട്ടോ, ഞാൻ എന്ന ഭാവം എന്ന കൃതിക്കാണ് ലഭിച്ചത് എന്ന കാര്യം കൂടെ എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചോളുക കേട്ടോ.
അടുത്താണ് യാത്രാ വിവരണം. യാത്രാ വിവരണം ആർക്കാണ്? KR അജയനാണ് ലഭിച്ചത്. കൃതി കൂടെ ഒന്ന് പഠിച്ചു വെച്ചോളുക. ആരോഹണം ഹിമാലയം. ഓർത്തിരിക്കുക കേട്ടോ. ആരോഹണം ഹിമാലയം എന്ന കൃതിക്കാണ് ലഭിച്ചത്. അടുത്താണ് ഹാസ്യ സാഹിത്യം നിരഞ്ജൻ. കൃതി ഏതാണ്? കേരളത്തിന്റെ മൈതാത്മകത എന്നതാണ്. ബാലസാഹിത്യം ലഭിച്ചത് EN ഷീജ. കൃതി അമ്മ മണമുള്ള കനിവുകള് വിവർത്തനം ചിഞ്ചു പ്രകാശിനാണ് ലഭിച്ചത്. കൃതി ഏതാണ്? എന്റെ രാജ്യം എന്റെ ശരീരം എന്നതിനാണ് കേട്ടോ. അതുപോലെ അക്കാദമി വിശിഷ്ട അംഗത്വം ഫെലോഷിപ്പ് കൂടെ ഒന്ന് പഠിച്ചു വെച്ചോളുക. KV രാമകൃഷ്ണനാണ് ലഭിച്ചത്. ഏഴാച്ചേരി രാമചന്ദ്രനാണ് കേട്ടോ. ഓർത്തിരിക്കുക, KV രാമകൃഷ്ണൻ അതുപോലെ തന്നെ ഏഴാച്ചേരി രാമചന്ദ്രൻ എന്നിങ്ങനെയുള്ള രണ്ടു പേർക്കാണ് വിശിഷ്ട അംഗത്വം ഫെലോഷിപ്പ് ലഭിച്ചത് എന്ന കാര്യം കൂടെ ഒന്ന് ഓർത്തു വെച്ചോളുക. 2026-27 കേരള സംസ്ഥാന ബജറ്റ് 2025 നവംബർ മുതൽ ഏത് ഭരണസമിതിക്കാണ് പ്രതിമാസം 1000 രൂപ ഗ്രാന്റ് നടപ്പിലാക്കിയത് എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഏതിനായിരുന്നു? ഓപ്ഷൻ ബി ആണ് വരുന്നത്. കുടുംബശ്രീ ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റിക്കാണ്, ADS-നാണ് എന്ന കാര്യം കൂടെ ഒന്ന് ഓർത്തു വെച്ചോളൂ കേട്ടോ. അപ്പൊ നമുക്കറിയാം ഇതിന്റെ ബജറ്റ് അവതരിപ്പിച്ചത് എന്നാണ്? 2025 ഫെബ്രുവരി 7-നാണ് അവതരിപ്പിച്ചത്. ആരാണ് അവതരിപ്പിച്ചത്? ധനമന്ത്രി KN ബാലഗോപാലാണ് എന്ന കാര്യം കൂടെ ഓർത്തിരിക്കുക കേട്ടോ. അടുത്താണ് 2025 സെപ്റ്റംബറിൽ ഇന്ത്യയുടെ മൈൻസ് സെക്രട്ടറിയായി നിയമിച്ചത് ആരെയാണ്? അപ്പൊ നമുക്കറിയാം പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റുകളും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഇതില് ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. പീയൂഷ് ഗോയൽ എന്നതാണ് ആൻസർ വരുന്നത് കേട്ടോ. ഓർത്തിരിക്കുക, പീയൂഷ് ഗോയൽ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് മറ്റു പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റ്സ് കൂടെ ഒന്ന് നോക്കാം. ശക്തികാന്ത ദാസ്. ഓർത്തിരിക്കുക, ശക്തികാന്ത ദാസ് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി 2 ആയിട്ട് നിയമിതനായിട്ടോ. അതൊന്ന് പഠിച്ചു വെച്ചോളുക. ആരാണ്? ശക്തികാന്ത ദാസ് ആണ്. അടുത്താണ് വി അനന്ത നാഗേശ്വരൻ. വി അനന്ത നാഗേശ്വരൻ ചീഫ് എക്കണോമിക് അഡ്വൈസർ ആയിരുന്നു. അതുപോലെ ജ്ഞാനേഷ് കുമാർ. വി അനന്ത നാഗേശ്വരൻ ചീഫ് എക്കണോമിക് അഡ്വൈസർ ആയിട്ട് നിയമിതനായി. അതുപോലെ ജ്ഞാനേഷ് കുമാർ ഇന്ത്യയുടെ 26ാമത്, ഓർത്തിരിക്കുക, ഇന്ത്യയുടെ 26ാമത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി ചുമതലയേറ്റത് ആരാണ്? ജ്ഞാനേഷ് കുമാർ ആണ് കേട്ടോ. ജ്ഞാനേഷ് കുമാർ ആണ്. അതുപോലെ വിവേക് ജോഷി. വിവേക് ജോഷി 2025 ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷണറായി നിയമിതനായി എന്ന കാര്യം കൂടെ ഓർത്തിരിക്കുക. അടുത്താണ് റാംമോഹൻ റാവു അംറ SBIയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടറായിട്ട് നിയമിതനായി. അതുപോലെ ഹൈസ് അഹമ്മദ് ഹിദ്വായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതനായി എന്ന കാര്യം കൂടെ പഠിച്ചു വെക്കുക കേട്ടോ. അടുത്താണ് മദൻ ലോക്കൂർ UN ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിൽ ചെയർപേഴ്സൺ ആയിട്ട് നിയമിതനായി. അതുപോലെ ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിതനായി. അതുപോലെ ഭുവനേഷ് കുമാർ UIDAIയുടെ CEO ആയിട്ട് നിയമിതനായി എന്ന കാര്യം കൂടെ പഠിച്ചു വെക്കുക. അപ്പൊ പ്രധാനമായിട്ടും ഇപ്പോൾ നിയമിതരായിട്ടുള്ള ആളുകളെ കുറിച്ചിട്ടും പദവികളെ കുറിച്ചിട്ടും നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ജൂണിൽ ICC ക്രിക്കറ്റ് ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഓർത്തിരിക്കുക, ആരാണ്? മഹേന്ദ്ര സിംഗ് ധോണിയാണ് അല്ലെ. മഹേന്ദ്ര സിംഗ് ധോണിയാണ്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. 11ാമത്തെ ഇന്ത്യൻ താരമാണ് കേട്ടോ. ഇത്തരത്തിൽ ഉൾപ്പെടുത്തുന്ന 11ാമത്തെ താരാണ് എന്ന കാര്യം കൂടെ ഒന്ന് പഠിച്ചു വെച്ചോളുക. അതുപോലെ മറ്റ് താരങ്ങൾ ധോണിക്കൊപ്പം മാത്യു ഹെയ്ഡൻ ആരൊക്കെയാണ്? ഓസ്ട്രേലിയയിലെ മാത്യു ഹെയ്ഡൻ, അതുപോലെ ഹാഷിം അംല, ഗ്രെയിം സ്മിത്ത് സൗത്ത് ആഫ്രിക്ക, ഡാനിയൽ വെറ്റോറി ന്യൂസിലൻഡ് ഉൾപ്പെടെയുള്ള 7 ഇതിഹാസ താരങ്ങളെയാണ് 2025 ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന കാര്യം കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ മറ്റു താരങ്ങളെയും നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിച്ചിട്ട് പോവാ കേട്ടോ. അപ്പോൾ പ്രധാനമായിട്ടും കറണ്ട് അഫയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഫാക്ട്സുമാണ് നമ്മൾ ഇന്ന് നോക്കിയത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞ പോലെ വേദികൾ നോക്കിയിട്ട് പോവുക. അതുപോലെ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ, നമ്മൾ സാഹിത്യ പുരസ്കാരങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കൂടെ കാണുക കേട്ടോ. അപ്പൊ സാഹിത്യ പുരസ്കാരങ്ങൾ നോക്കുക, വേദികൾ നോക്കുക, പ്രധാനപ്പെട്ട നിയമനങ്ങൾ നോക്കുക. ഇതൊക്കെ നമ്മൾ അടുത്ത എക്സാമിന് പോകുന്നതിനേക്കാൾ മുന്നേ ഒന്ന് നോക്കിയിട്ട് പോവുക കേട്ടോ. അതുപോലെ നമ്മൾ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അതിന്റെ
ഒരു കോഴ്സ് നമ്മളൊരു കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക. അതിനായിട്ട് 8590202323 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ലഭിക്കും. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനായിട്ട് ഒരു ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ സബ് ഇൻസ്പെക്ടറിന്റെ ഒരു ലോങ് ബാച്ചും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചേർന്ന് പഠിച്ച് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക. നമ്മൾ പറഞ്ഞ പോലെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോഴ്സുകളെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഓർക്കുക, നമ്മുടെ എക്സാമിന് നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക. നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക കേട്ടോ. ഇപ്പോൾ കറണ്ട് അഫയേഴ്സിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ ഏരിയയിൽ നിന്നൊക്കെയുള്ള ഏരിയകളും ക്വസ്റ്റ്യൻസും ഒക്കെ ഒന്നുകൂടെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.